ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. സയാംസർ വെൽനസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്കിൻ ടാനിനെ കുറിച്ചിട്ട് പറയാം. സൂര്യപ്രകാശം കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ഏജിങ് കാരണം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ഇവയൊക്കെ എങ്ങനെ മാറ്റാം, ഹോം റെമഡീസിലൂടെ നാച്ചുറലായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്യാം, അവയിൽ എന്തെല്ലാം ന്യൂട്രീഷ്യസ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം. സൂര്യപ്രകാശത്തിലെ UV റേസ് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അൾട്രാവയലറ്റ് റേസ് കാരണം നമ്മുടെ സ്കിന്നിൽ കറുത്ത പാടുകൾ ഉണ്ടാവുക മാത്രമല്ല ചെയ്യുന്നത്, തിക്കനിങ്ങും സംഭവിക്കുന്നുണ്ട്, കൊളാജൻ ഡിസ്ട്രപ്ഷൻ സംഭവിക്കുന്നുണ്ട്, കൊളാജനിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ഇന്ന് പറയാം. അതിന് ഒരുപാട് നാച്ചുറൽ റെമഡീസ് ഉണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം സ്കിന്നിൽ UV റേസ് ഏൽക്കാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സൺസ്ക്രീൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹാറ്റ് ഉപയോഗിക്കാം, നമുക്ക് ഷോൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ അംബ്രല്ല യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. UV എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. ഇത് വന്നിട്ട് ടാൻ മാറ്റുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ സ്കിന്നിൽ UV റേസ് കാരണം കറുത്ത പാടുകൾ വന്നാലും, അതുപോലെ തന്നെ ചില പിഗ്മെൻറ്റേഷൻ കാരണവും ചെറിയ തോതിൽ പിഗ്മെൻറ്റേഷൻ നമുക്ക് വരികയാണെങ്കിൽ, ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവ ലൈറ്റാക്കാനും ഈ പറയുന്ന റെമഡീസ് വളരെയധികം നല്ലതാണ്. അതിനു മുമ്പ് സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യപ്രകാശം എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ, UV റേസ് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും പ്രിമച്യൂർ ഏജിങ്ങും സംഭവിക്കും. അതുകൂടാതെ ടാൻ വരും. വെറും ടാൻ മാത്രമല്ല, ടാനിനേക്കാളും അപകടകാരിയാണ് പ്രിമച്യൂർ ഏജിങ്. നമുക്ക് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചുളിവുകളും മറ്റും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, അത് തീർച്ചയായിട്ടും എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിമച്യൂർ ഏജിങ് വരും. കാരണം അത് കൊളാജനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിന്നിൽ സ്കാറിങ്ങും തിക്കനിങ്ങും ഒക്കെ ഉണ്ടാകും. അപ്പം സ്കാറിങ്, തിക്കനിങ്, ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇത്രയുമാണ് സൂര്യപ്രകാശത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ ഇവയെ മറികടക്കുവാൻ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് വേണം. ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഇൻഗ്രീഡിയൻസിന് മാത്രമേ, അതിപ്പോൾ കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയാലും നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയാലും അവയ്ക്ക് മാത്രമേ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരുപാട് മുന്നോട്ട് പോയാൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പോഷർ വന്ന് ഈ തിക്കനിങ് എല്ലാം കൂടി കഴിയുകയാണെങ്കിൽ അവ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം പോവില്ല. അപ്പോൾ അതിന് പീലിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടി വരും. ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് അലോവേറ ടർമറിക് പാക്കാണ്. അലോവേറ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അലോവേറയിൽ ഒരുപാട് മോയ്സ്ചറൈസിങ് ഏജൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ A, C, E എല്ലാം ഉണ്ട്. ഇവയെല്ലാം നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഫൈൻ ലൈൻസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്നതിനൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉള്ളിൽ കഴിക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. കാരണം ഫ്രീ റാഡിക്കൽ അറ്റാക്ക് നമ്മുടെ ശരീരത്തിൽ അല്ലാതെയും, സൂര്യപ്രകാശം അല്ലാതെയും എത്തുന്നുണ്ട്. അപ്പോൾ അവയും പ്രിമച്യൂർ ഏജിങ്ങിന് കാരണമാകും. അപ്പോൾ നമ്മൾ പുറമേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻറ്റേർണലി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഫൈൻ ലൈൻസ് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അലോവേറ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്ന് പെട്ടെന്ന് ഒരു സപ്പിൾ ലുക്കിലേക്ക് അതെത്തും. ഒരു സ്മൂത്തായ ഒരു ലുക്ക് നമ്മുടെ ഫേസിന് കിട്ടും. പിന്നെ നമ്മൾക്ക് ടേമറിക് ആഡ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ, ടേമറിക് സ്കിന്നിനെ കുറച്ചും കൂടെ ബ്രൈറ്റൻ ചെയ്യിക്കും. അതുപോലെ തന്നെ ടേമറിക്കിൽ കുർക്കുമിനുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാൻ നന്നായിട്ട് മാറുന്നുണ്ട്, സ്കിന്നിൻ്റെ വാസ്കുലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പീലിംഗ് എഫക്റ്റും ഈ ടേമറിക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ്, സയൻറ്റിഫിക് സ്റ്റഡി അങ്ങനെയില്ല എങ്കിൽ പോലും നമ്മൾ ടേമറിക് ഉള്ള ഏത് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സ്കിന്നിൻ്റെ വാസ്കുലാരിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ചെറിയ ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അവ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നെസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. പീലിംഗ് ഓഫ് എക്സ്റ്റേണൽ ലെയർ ഓഫ് സ്കിൻ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ പീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നെസ് ആണ്. അതുപോലെ തന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയ പോലെ തോന്നും നമുക്ക്. അപ്പോൾ കുറച്ചൊരു വാസ്കുലാരിറ്റി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പോലെ തോന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ റെഗുലർലി അപ്ലൈ ചെയ്യേണ്ട. ടേമറിക് സ്കിന്നിൽ റെഗുലർലി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യും. കാരണം നമ്മൾ വൺസ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റഡ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പലരും ഡെയിലി ടേമറിക് അപ്ലൈ ചെയ്യാൻ പറയുന്നതൊക്കെ അതിൻ്റെ ആവശ്യകതയില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഇപ്പോൾ നല്ല പ്രശ്നങ്ങളുള്ളവർക്ക് 2 പ്രാവശ്യം, അതായത് ഓൾറെഡി ഒരുപാട്
മുഖക്കുരു അല്ലെങ്കിൽ നിലവിലെ മുഖക്കുരുവല്ല, നിലവിലെ മുഖക്കുരുള്ളവർ ഈ പാക്ക് അപ്ലൈ ചെയ്യരുത്. മുൻപ് മുഖക്കുരു വന്നിട്ട് പിഗ്മെൻറ്റേഷൻ വന്ന സ്കാറിംഗ് ഒക്കെ സംഭവിച്ചവർക്ക് ഇപ്പം മുഖക്കുരു ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഇറിറ്റേറ്റഡ് സ്റ്റേറ്റിൽ ഒരിക്കലും ടേമറിക് പോലുള്ള ഏജൻറ്റ്സ്, ടേമറിക് ലെമൺ ഒന്നും നേരിട്ട് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ടാനിങ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ നമുക്ക് ചെയ്യാവുന്ന പറ്റുന്ന ഒരു പാക്കാണ് അലോവേറ ടേമറിക്. നമ്മൾ ഇതിലേക്ക് അലോവേറ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ആ ബേണിംഗ് സെൻസേഷൻ കുറച്ച് തരും, ഹൈഡ്രേറ്റ് ചെയ്യും. ടേമറിക് ഒറ്റയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സ്കിന്നിന് കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നും. അത് കുറയ്ക്കാനും കൂടെയാണ് അലോവേറ ഈ പാക്കിൽ ആഡ് ചെയ്യുന്നത്. അലോവേറ ടേമറിക് ഫസ്റ്റ് പാക്ക് അത് നിങ്ങൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് നേരം അപ്ലൈ ചെയ്യാം, ഒരു 15 മിനിറ്റ് വയ്ക്കുക, പിന്നെ കഴുകിക്കളയാം. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യൂസ് തന്നെ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആഴ്ച 2 പ്രാവശ്യം യൂസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ പൊട്ടാറ്റോ ജ്യൂസാണ്. അതായത് ടൊമാറ്റോയുടെ പൾപ്പ് എടുക്കുക, പൊട്ടാറ്റോ ജ്യൂസ് ഉണ്ടാക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ അവ നിങ്ങളെ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാവും, ബ്രൈറ്റ്നസ് കിട്ടും, പിഗ്മെൻറ്റേഷൻ കുറയും. അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു പാക്കാണ്. കാരണം ഈവനിങ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഡാർക്ക് സർക്കിൾസ് അങ്ങനത്തെ എല്ലാം കുറഞ്ഞു കിട്ടും, സൺ ടാൻ കുറഞ്ഞു കിട്ടും, അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിൽ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പൊട്ടറ്റയിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. വൈറ്റമിൻ സി റിച്ച് ആണ് രണ്ടും. വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് കൂടാതെ ഫ്ലാവനോയിഡ്സും ഫിനോളിക് കോമ്പൗണ്ട്സും രണ്ടിലും ഉണ്ട്. ടൊമാറ്റോയിൽ ലൈക്കോപ്പീൻ ഉണ്ട്. ലൈക്കോപ്പീൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ തക്കാളി ഉള്ളി കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ അത് ഫൈബറുള്ളൊരു വസ്തുവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ലൈക്കോപ്പീൻ ഉള്ളത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ഓർഗൻസിനും നല്ലതാണ്, സ്കിന്നിന് പ്രത്യേകിച്ചും നല്ലതാണ്. അപ്പോൾ നമ്മളുടെ സാലഡ്സിലൊക്കെ നമുക്ക് തക്കാളി ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എക്സ്റ്റേണലി ഇത് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇൻറ്റേർണലി നമ്മൾ സെയിം വസ്തുക്കൾ, എഡിബിൾ ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ആഡഡ് ഇഫക്റ്റ്, ഗുഡ് ഇഫക്റ്റ് നമുക്ക് കിട്ടും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പാക്ക് എന്ന് പറയുമ്പോൾ അത് കേർഡാണ്, അഥവാ തൈര്. തൈര് നിങ്ങൾക്ക് തനിയെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഹൈഡ്രേറ്റ് ചെയ്യാനും റിങ്കിൾസ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. നല്ലൊരു ബ്രൈറ്റനിങ് ഏജൻറ്റാണ്, എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റാണ് തൈര് ഒറ്റയ്ക്കും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടേമറിക്കുമായിട്ട് മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്തും ആഡ് ചെയ്യാം. മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വേറെയാണ്. അതായത് തൈര് ഒറ്റയ്ക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ്, ബ്രൈറ്റനിങ് ഏജൻറ്റാണ്. സ്കിൻ കുറച്ചും കൂടെ ഗ്ലോയിങ് ആയിട്ട് കിട്ടും. അതായത് ഒരു ഓയിലി അങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്ലോ ആണ് നമുക്ക് കിട്ടുക. പക്ഷേ നമ്മൾ മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യും, കുറച്ചൊരു ഡ്രൈനെസ് വരാം. എങ്കിലും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നോർമൽ സ്കിന്നിൻ്റെ ഒരു ടോണിലാണ് കിട്ടുക നമുക്കത് ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞാലും. അതായത് നോർമൽ സ്കിൻ നമ്മൾക്ക് അധികം ഓയിലി അല്ല അല്ലേ, അതുപോലത്തെ ഒരു ഇഫക്റ്റാണ് മഞ്ഞൾ ചേർത്ത് ഈ പാക്ക് ഇടുമ്പം ഉണ്ടാവുക. അപ്പം തൈരും മഞ്ഞളും കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇഫക്റ്റീവാണ്, പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ഉള്ളവർക്കും. കാരണം മഞ്ഞൾ ഒറ്റയ്ക്ക് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു ഇറിറ്റൻ്റ് ആണ്. കാരണം നല്ല ബേണിംഗ് വരും. തൈരുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ബേണിംഗ് വരില്ല. തൈരിൻ്റെ ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടിയും മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടിയും, പിന്നെ അതിൽ ഹോം മെയ്ഡ് തൈരാണെങ്കിൽ പ്രത്യേകിച്ചും അത് അത്രയും അങ്ങോട്ട് പുളിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു ഓയിലി ലുക്ക് നമുക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ എപ്പോഴും നല്ലത് ഹോം മെയ്ഡ് തൈര് യൂസ് ചെയ്യുന്നതാണ്. നോർമൽ സ്കിന്നിലും ഓയിലി സ്കിന്നിലും ഒക്കെ, അങ്ങനെ ഡ്രൈ സ്കിന്നിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാക്ക് ഒരു 20 മിനിറ്റ്സ് വെക്കണം. 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടും, ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ ടാൻ കുറഞ്ഞ് കിട്ടും, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ബ്രൈറ്റനിങ്ങിനും മറ്റും ഉള്ള, ടാൻ റിമൂവലിനും മറ്റുമുള്ള ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ലെമൺ ഗ്ലിസറിൻ. ലെമൺ ഡയറക്റ്റ്ലി സ്കിന്നിൽ അപ്ലൈ ചെയ്താലും ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ ടർമറിക് യൂസ് ചെയ്ത അതേ എഫക്റ്റാണ് വരിക. അതായത് ഒരു ഇറിറ്റൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുമ്പം സ്കിൻ കുറച്ചൊരു ബേണിംഗ് പോലെ തോന്നാം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ നല്ലത് ഗ്ലിസറിൻ മിക്സ് ചെയ്യുന്നതാണ്. ഗ്ലിസറിൻ ചേർത്തിട്ട് ലെമൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് ഉണ്ട്. അതൊരു ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി മാത്രമല്ല തരുന്നത്, നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ,
ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. പ്രത്യേകിച്ചും കൊളാജൻ ബൂസ്റ്റിംഗ് ഏജൻ്റാണ് അലോവേറയും അതുപോലെ തന്നെ ഈ ലെമണും. അപ്പോൾ ലെമണിലെ വൈറ്റമിൻ സി കൊളാജൻ അബ്സോർപ്ഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ജനറലി ബ്രൈറ്റനിങ് ഏജൻ്റാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒക്കെയാണ്. എങ്കിൽ കൂടെയും അവ നമുക്ക് ബ്രൈറ്റനിങ് ആണ് ഏറ്റവും ആദ്യം ഇമ്മീഡിയറ്റ് വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്നത്. പക്ഷേ റെഗുലർലി നമ്മൾ ലെമൺ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിട്രസ് ജ്യൂസ് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു ബെറ്റർ അപ്പിയറൻസ് കിട്ടും. ഇത് കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ബേസിൻ അഥവാ കടലമാവ്, ഗ്രാം ഫ്ലോർ. അത് നിങ്ങൾക്ക് തൈരുമായിട്ടോ പാലുമായിട്ടോ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പാലുമായിട്ട് അപ്ലൈ ചെയ്യുമ്പം ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. കാരണം മിക്കവാറും ആളുകൾക്ക് മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തൈരുമായി യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. മുഖക്കുരു തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഓറഞ്ച് ജ്യൂസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഒരുപാട് നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ പാക്കിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഗ്രീൻ ടീ അപ്ലൈ ചെയ്യണം. സൺ ടാൻ മാറാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഗ്രീൻ ടീ തിളപ്പിച്ച് തണുപ്പിച്ചാറിയാൽ നമുക്ക് മുഖത്ത് ആ ടീ ബാഗായിട്ട് അതുപോലെ വെക്കാം, അല്ലെങ്കിൽ നമ്മളതൊരു ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതല്ലാതെ തണുത്ത വെള്ളം ഒരു തുണിയിൽ മുക്കിയിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രീൻ ടീ വളരെ പെട്ടെന്ന് തന്നെ സൺ ടാൻ മാറ്റിത്തരും, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് നാച്ചുറൽ റെമഡീസ് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുണ്ട്. അവയെല്ലാം ഉപയോഗിക്കുക. പ്രിമച്വർ ഏജിങ് തടയുവാൻ ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ കുറേ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. അത് മാറ്റുവാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പിന്നെ അതിൽ ഒരുപാട് വൈറ്റമിൻസ് എല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. മോയ്സ്ചറൈസറിൽ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടാവും, ഒരുപാട് വൈറ്റമിൻസ് എല്ലാം ചേർത്താണ് അവ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ഇഫക്റ്റും കൂടെ ഉണ്ടാവും. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ നല്ല കെയർ സ്കിന്നിന് ആവശ്യമാണ്. കാരണം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു ദിവസം കൊണ്ടല്ല നമുക്ക് വിസിബിൾ ആവുക. കുറേ ദിവസങ്ങൾ കൂടുന്ന സമയത്ത് അപ്പോൾ സ്കിന്നിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. കുറേ നാൾ കൂടുമ്പം ഒരു ആഡഡ് ഇഫക്റ്റാണ് ഉണ്ടാവുന്നത്, ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് സൺ എക്സ്പോഷർ വരുമ്പോൾ തിക്കനിങ് ഉണ്ടാവും. അതൊക്കെ വന്നു കഴിഞ്ഞൊക്കെയാണെങ്കിൽ പിന്നീട് പീലിങ്ങിൻ്റെയൊക്കെ ആവശ്യകത വരും. ചിലപ്പോൾ അത് ചെയ്താൽ പോലും ഒരു പാർഷ്യൽ ഒരു ഇഫക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഡെയിലി നല്ല എക്സ്പോഷർ കിട്ടുന്ന ആൾക്കാർ ഡെയിലി ഈ പാക്സ് യൂസ് ചെയ്യാം. അലോവേര പ്ലസ് ടർമറിക് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ മാത്രം അത് ആഴ്ചയിൽ 1-2 തവണയായിട്ട് കുറയ്ക്കണം. കാരണം നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അത്ര എക്സ്ഫോളിയേഷൻ നമുക്ക് ആവശ്യമില്ല. കാരണം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്കിന്നിലൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം അത് ആവശ്യമാണ് സ്കിൻ്റെ ബാരിയർ പ്രൊട്ടക്ഷനും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മിതമായിട്ട് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ മാത്രമല്ല തരുന്നത്, മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമുള്ള ഇൻഗ്രീഡിയൻസിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോൾ അത് സ്കിന്നിൻ്റെ ഒരു ഹെൽത്തി ലുക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.